സാറേ നമസ്കാരം സാറേ. ഏറ്റവും വലിയൊരു കാര്യം ഞാൻ പറയട്ടെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ പലയിടത്തും ഈ കോഴിക്കടകൾ നിർത്താൻ തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും വേസ്റ്റ് കൊണ്ടിട്ടിട്ട് അതിനെ, കാരണം വേസ്റ്റ് എടുക്കാൻ വരെ പൈസ കൊടുത്തിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷെ അതുപോലും പല സ്ഥലത്ത് കൊണ്ട് കളയുവാണ്. അപ്പൊ നമുക്ക് ഓരോ സ്മെല്ല് ഭയങ്കരമാണ്. പക്ഷെ അതിനൊരു വലിയ കാര്യമാണ് സാർ ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ കോഴി വേസ്റ്റുകളാണ്. അതിനെ വളമാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാത്തിനും പറ്റും. അപ്പൊ എങ്ങനെ സാറ് എത്ര വർഷം കൊണ്ട് ഇത് ചെയ്യാൻ തുടങ്ങിയതാ? ഞാൻ ഏതാണ്ട് 30 വർഷമായിട്ട് ഈ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാനൊരു ജൈവ കർഷകനാണ്. അപ്പൊ ഈ ജൈവ കൃഷിക്ക് നമുക്ക് ജൈവ വളം വേണം. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനിവിടെ തമിഴ്നാട്ടിൽ വന്ന് ഒരു ജൈവ തോട്ടം ഉണ്ടാക്കുന്നതിൻ്റെ പ്രോസസ്സിൽ. അപ്പോൾ അന്ന് നമുക്ക് മണ്ണിൽ ജൈവാംശം, ജൈവവളം നമുക്ക് ആവശ്യത്തിന് കിട്ടാത്തൊരു സാഹചര്യത്തിൽ എങ്ങനെ ജൈവവളം ഉണ്ടാക്കാം എന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് ഈ പൊള്ളാച്ചി ഭാഗത്തെ ആൾക്കാർ ഈ ചകിരിച്ചോറ് കത്തിച്ച് കളയായിരുന്നു. അപ്പോൾ ഈ കത്തിക്കുന്ന സാധനം നമുക്ക് ഒരു നല്ല റിസോഴ്സായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നാട്ടുകാർക്കും പ്രയോജനമാണ്, നമുക്കും പ്രയോജനമാണെന്നുള്ളൊരു ചിന്തയിലാണ് ഞാനന്ന് കോളേജിലൊരു അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ലീവ് എടുത്ത് ഇവിടെ വന്ന് തമിഴ്നാട്ടിൽ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ എൻ്റെ ഗവേഷണം ഈ ചകിരിച്ചോറിനെ എങ്ങനെ ഒരു ഉൽപ്പന്നമായിട്ട് അല്ലെങ്കിൽ അതിനെ ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ആ ഒരു സബ്ജക്റ്റിൽ ഗവേഷണം ചെയ്ത് അതിനെ ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്ത് അതിനെ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് അതിനെ വീണ്ടും ഒരു ജൈവ മാലിന്യത്തിൻ്റെ ഒരു നല്ല ടൂളായിട്ട് കൺവേർട്ട് ചെയ്ത് അതിന് നമുക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പേറ്റൻ്റ് എല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്ത് തരത്തിലുള്ള ജൈവ മാലിന്യവും നമുക്കിന്ന് ഒരു മണവുമില്ലാതെ ഒരു നല്ല വളമാക്കി മാറ്റാൻ ഈ ബിന്നുകൊണ്ടും ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഒരു ചകിരിച്ചോറ് അടിസ്ഥാനപ്പെടുത്തിയ കമ്പോസ്റ്റിംഗ് മീഡിയ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും.